എല്ലാവർക്കും ഈസി സ്നാക്സോട് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഫാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ സ്റ്റിക്കും കാര്യങ്ങളൊന്നും പുറത്തുനിന്ന് മേടിച്ചിട്ടല്ല ഉപയോഗിച്ചേക്കുന്നത്. ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റിക്കും ഗ്ലാസും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതൊക്കെ വെച്ച് യൂസ് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് അതിൻ്റെ ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റിക്കും പിന്നെ ഒരു ക്യാപ്പും കൂടിയുള്ള ഒരു സാധനം മേടിക്കാൻ കിട്ടത്തില്ലേ? അത് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്താൽ മതി. എൻ്റെ അടുത്ത് അത് ഉണ്ടായില്ല, അപ്പം ഞാൻ കടയിൽ നിന്ന് മേടിക്കാനും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഫാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾ ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ടെമ്പറേച്ചറിലായിരിക്കണം. നമ്മുടെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഏറ്റവും തണുപ്പ് കൂടിയ ടെമ്പറേച്ചറിൽ ഇടണം കേട്ടോ. ഞാൻ ആദ്യത്തെ സമയം ഇട്ടപ്പോൾ തണുപ്പ് കുറച്ചാണ് ഇട്ടേച്ചെന്നുള്ള കാര്യം ശ്രദ്ധിച്ചില്ല. അത് കാരണം എൻ്റെ 2 ലെയേഴ്സായിപ്പോയി. അതിൻ്റെ ജ്യൂസായിട്ടുള്ള ഭാഗം താഴെയും പിന്നെ പൾപ്പായിട്ടുള്ള ഭാഗം മുകളിലും അങ്ങനെ ആയിപ്പോയി. പക്ഷേ ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാ സ്ഥലത്തും ഒരേ ടേസ്റ്റ് തന്നെയായിരുന്നു. പക്ഷെ നല്ല ഹൈ ടെമ്പറേച്ചറിൽ നല്ല കൂളിങ്ങിനുള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല കൂളിംഗ് ആക്കി നമ്മുടെ ഫ്രിഡ്ജ് നമ്മൾ ടെമ്പറേച്ചർ ചെയ്തിട്ട് ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കുന്നതാണ് ഫാഷൻ ഫ്രൂട്ട് ഐസ് ഫ്രൂട്ടിൻ്റെ കാര്യത്തിൽ നല്ലത് കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം. പിന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ പറ്റിയുള്ള സജഷൻസും കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സ് വഴി നമ്മൾ അറിയിക്കാം. നമ്മുടെ ചാനലിലും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നമുക്കപ്പോൾ ഇന്ന് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കാണ്ട് ഞാൻ എന്താ ഇവിടെ 3-4 ഫാഷൻ ഫ്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ആവശ്യമില്ല, ഒരു 3-4 മതി. നന്നായിട്ട് പഴുത്ത ഫാഷൻ ഫ്രൂട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മുറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പൾപ്പ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കാരണം നല്ല പുളിയുള്ള ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ഇനി ഇത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രമാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് വരാം കേട്ടോ. നമ്മൾ മിക്സിയിൽ അടിച്ചത് നമുക്ക് ഈ ബൗളിലോട്ടൊന്ന് അരിച്ചൊഴിക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ കുരുക്കൾ അടിഞ്ഞിട്ട് ഇങ്ങനെ കറുപ്പ് കളറിൽ എണ്ണ കിടക്കണ്ട, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ ഫാഷൻ ഫ്രൂട്ടാണ് ഉപയോഗിച്ചത്. നമ്മുടെ പൾപ്പെല്ലാം ഞാൻ ഇത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അരിച്ച് മാറ്റണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കരുടാണ് നമ്മൾ ബ്ലാക്ക് കളറിലെ കുരുണ്ടാത്തില്ലേ, അത് ഇങ്ങനെ അടിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ആവും. അപ്പോൾ അത് അരിച്ച് മാറ്റണം കേട്ടോ. അതിന് ശേഷം ഇതിപ്പോൾ കുറച്ച് തിക്കാണ്. ഇതിലോട്ട് നിങ്ങൾക്ക് എത്ര ഗ്ലാസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഗ്ലാസ് വെള്ളവും ചേർക്കാം. അതേപോലെ തന്നെ പഞ്ചസാരയും ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഇപ്പം എൻ്റെ മധുരവും കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റ് ഇതിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫില്ല് ചെയ്തിട്ട് വെക്കണം. ഇതിലോട്ട് കുറച്ച് പൾപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. മധുരമൊക്കെ ചെക്ക് ചെയ്യാം. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. മധുരം ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനത്തെ 2 ഡിസ്പോസിബിൾ ഗ്ലാസ്സാണ് എടുത്തത്. നമ്മുടെ ഐസ് ഫ്രൂട്ടിൻ്റെ പാത്രം ഉണ്ടല്ലോ, എന്താണ്
നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണം. അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് അതില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ 2 ഡിസ്പോസിബിളിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ സംഭവം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അളവിന് ചേർക്കാം കേട്ടോ. ഇപ്പം ഞാനൊരു 3/4 ഭാഗം ചേർത്തുള്ളൂ കേട്ടോ. നമുക്ക് എന്നിട്ട് ഇത് മൂടാനായിട്ട് ഞാൻ എന്താ ഒരു സ്റ്റിക്ക് വേണമല്ലോ. അപ്പോൾ അതിന് പകരം ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ല. അപ്പോൾ മുളയുടെ സ്റ്റിക്ക് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബേസ്പൂണിൻ്റെ കാർബോണിൻ്റെ ഒരു കാർട്ടൂൺ പേപ്പറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ വാഴയുടെ വട്ടത്തിൽ കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വെച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചതാണ്. ഇത് വെക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഈ കോലിങ്ങനെ ചരിഞ്ഞിരിക്കും. ഇത് വെക്കാണ്ട് ഈ കാർബോർഡ് കഷ്ണം ഇല്ലാണ്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഈ കോലിങ്ങനെ ചരിഞ്ഞിരിക്കത്തുള്ളൂ. അപ്പോൾ കാർബോർഡ് കഷ്ണം വെച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ വെക്കാനായിട്ട്. കാർബോർഡ് കഷ്ണം ഒരു മൂടിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു കോലിടാൻ രീതിയിലാക്കിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ തന്നെ ഫ്രീസറിലോട്ട് വെക്കാം കേട്ടോ നമുക്ക് ഫ്രീസ് ചെയ്യാനായിട്ട്. ഞാൻ പിന്നെ നമ്മുടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാർട്ടൂൺ ബോക്സ് ഒന്നും ഇല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റിക്ക് വേണം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ തന്നെ മുറിച്ച ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ ഇതിൽ ഒഴിച്ച ശേഷം ഇങ്ങനെ ഒരു മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരു കാർട്ടൂൺ ബോക്സിൻ്റെ മൂടി കേട്ടോ നല്ലത്. എന്നിട്ട് ഇതിനി ഫ്രീസറിലോട്ട് വെച്ച് ഫ്രീസ് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഗ്ലാസ്സിൽ വെച്ചതും നമ്മുടെ ഫാഷൻ ഫുഡ് തന്നെ തൊണ്ടിൽ വെച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് ഫ്രീസറിലോട്ട് മാറ്റാട്ടെ. ഏകദേശം ഒരു 10-12 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും ഇത് ഫ്രീസ് ആവാനായിട്ട്. അപ്പോൾ അതവിടെ ഒന്ന് ഫ്രീസ് ആവട്ടെ. അതിന് ശേഷം ഞാൻ പ്രൊഡക്റ്റ് കാണിച്ചു. നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഐസ് ഫ്രൂട്ട് അപ്പോൾ ഇതാ ഫ്രീസായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഇതിനകത്തുനിന്ന് വിരിച്ചെടുക്കാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി കേട്ടോ. സിമ്പിളായിട്ട് ഐസ് ഫ്രൂട്ടിൻ്റെ സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഈ ഐസ് ഫ്രൂട്ടിൻ്റെ തോട് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ വിടർത്തിയെടുക്കാം കേട്ടോ. കണ്ടോ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ കളർ പൊടി ചേർക്കുകയാണെങ്കിൽ ഈ ഭാഗമൊക്കെ നല്ല മഞ്ഞ കളറായിട്ട് കിട്ടുമല്ലോ. ഞാനിപ്പോൾ കളർ പൊടി ചേർക്കാത്തതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയത്. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നവരെ സ്റ്റേ ഹെൽത്തി. ബൈ.